നിങ്ങളിനി ഫ്രണ്ട്സായിട്ടായാലും ഫാമിലിയൊക്കെ ആയിട്ടായാലും വാഗമണ് വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഫ്ലവർ ഗാർഡൻ അഡ്വഞ്ചർ പാർക്ക്. ഗ്രീൻ എസ്കേപ്പ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അണ്ടറിലാണ് ഈ പാർക്ക് വരുന്നത്. മുതിർന്നവർക്ക് ഇങ്ങോട്ടൊക്കെയുള്ള പ്രവേശന ഫീസ് 100 രൂപയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമാകും ഈ ഒരു പാർക്ക്. വാഗമണിലെ മറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് വൈകിട്ട് 4 മണിക്ക് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഗാർഡനിലേക്ക് വരാവൂ. അല്ലാത്ത പക്ഷം ഇവിടെ നല്ല വെയിലാകാൻ സാധ്യതയുണ്ട്. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ ഭാഗം കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഈ ഗാർഡൻ അവർ മനോഹരമാക്കും. വൈകിട്ട് 6 മണിക്ക് ശേഷം മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ വകകളും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലാണ് ഇവരിവിടെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്ലവേഴ്സ് ആയാലും പ്ലാന്റ്സ് ആയാലും അവർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ സൂപ്പറാണ്. സേവ് ദ ഡേറ്റൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. അതല്ല, നമ്മുടെ കൂട്ടുകാരിൽ തന്നെ പലരും ഫോട്ടോ പ്രാന്തമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഫോട്ടോയ്ക്ക് പറ്റിയ ഒരുപാട് നല്ല സ്പോട്ടുകൾ ഇവിടെയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഫോട്ടോ എടുത്ത് നമുക്ക് മരിക്കാം. അത്രമാത്രം ഫ്രെയിംസും ബാക്ക്ഗ്രൗണ്ട്സും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ നടക്കുന്നത്. അത് കാണാനുള്ള ആൾക്കാർക്കുള്ള സീറ്റിംഗ് ആണ് ഇവിടെ. പക്ഷേ ഈ സീറ്റ് കുറവാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മുകളിലോട്ടുള്ള മൊട്ടക്കൊന്നെല്ലാം നമുക്ക് ഇന്ന് കാണാൻ പറ്റിയ ഏരിയ തന്നെയാണ്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. അവിടെ ഒരു 5:30 ആകുമ്പോഴത്തേന് ക്ലോസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു സൺസെറ്റ് ഇവിടെ നിന്ന് കിട്ടി. കുറച്ച് നേരം സൂര്യനുമായിട്ടൊക്കെ കളിച്ച്. ഇതാണ് അവിടുത്തെ വാച്ച് ടവർ. വാച്ച് ടവറിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡൻ കാണാൻ പ്രത്യേക ഭംഗിയാണ്. അടിപൊളിയായിട്ടാണ് ഇവിടെ ലൈറ്റ് സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഇനി എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വരണം. ഫാമിലിയൊക്കെ ആയിട്ടായാലും ഫ്രണ്ട്സൊക്കെ ആയിട്ടായാലും അടിച്ചു പൊളിക്കാൻ പറ്റിയ സൂപ്പർ സ്പോട്ടാണിത്. എന്തായാലും നിങ്ങൾ ഇനിയും വാഗമൺ വരുമ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.